ഗൈസ്, അപ്പോൾ ഞങ്ങളെ ഓണം ഷൂട്ടൊക്കെ കണ്ടായിരുന്നു. ഓണം ഷൂട്ടിന്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഞങ്ങള് വിചാരിക്കാണ്ട് കിട്ടിയതല്ല, അപ്രതീക്ഷിതമായിരുന്നു ആ ഒരു ഷൂട്ട്. കുറെ ലാഗ് അടിച്ച് ഓണത്തിന്റെ തലേന്ന് പോയിട്ട് എടുത്തതാണ്. നമ്മുടെ അബിയുടെ അടുത്ത് പോയിട്ട് എടുത്തതാണ്. ഓണം സെലിബ്രേഷൻ പോയതായിരുന്നു ആക്ച്വലി. അപ്പൊ അവിടെ എത്തിയപ്പോ എന്താ പറയാ, നമ്മുടെ ജിഷ്ണു ചേട്ടനെയും അരുൺ ചേട്ടനൊക്കെ കണ്ടിട്ടൊരു വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല മടിപൊളിയായിരുന്നു. നല്ല ഞങ്ങൾ ഇതിലേക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് എടുത്തിട്ടില്ല. ഫുൾ എപ്പോഴും ഒരു സേവ് ദി ഡേറ്റ് കൂടാണ് എപ്പോഴും പോവാറുള്ളത്. പക്ഷെ പ്രാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് ഒക്കെ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ പോണത് അഞ്ജുവിന്റെ അടുത്തേക്കാണ്, അഞ്ജുവിന്റെ വീട്ടിലേക്കാണ്. അവൾക്കിട്ട് വിളിച്ചിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ പോയിട്ട് സദ്യ കഴിച്ചിട്ട് നേരെ ലീലമ്മാമ്മയുടെ വീട്ടിൽ പോകണം. ലീലമ്മാമ്മ വെയിറ്റിംഗ് ആണ്. ലീലമ്മാമ്മയ്ക്ക് മോണല്ലേ ഇപ്രാവശ്യം, അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല വീട്ടില്. എന്തെങ്കിലും മീൻ കൂട്ടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, അത് വറുക്കും വെക്കും ഞങ്ങൾക്ക് വേണ്ടിട്ട്. അയ്യോ ഒരു കാറ് അങ്ങനെ. പിന്നെന്താ, വീട്ടിലായാലും ഒരു ശോകാവസ്ഥയാണ്. അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്, ഷോൾഡർ പെയിൻ ആയിട്ട്. അപ്പൊ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നും ഉണ്ടാക്കിയ സംഭവങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ രാവിലെ പോന്നപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ. ഞങ്ങളിപ്പോ കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞോളൂല്ലേ ഫുഡൊക്കെ. അല്ലുകൂട്ടം ബാക്കിലിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ടാ, ഞങ്ങൾക്ക് ഓണം ഇല്ലെങ്കിലും ഇപ്പൊ അതേപോലെ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും once again ഹാപ്പി ഓണം. ഓരോ പ്രാവശ്യം ഇന്ത്യയിൽ ആഘോഷം കിട്ടുമ്പോൾ അത് ഒട്ടും മിസ് ചെയ്യാതെ അത് യൂസ് ചെയ്യണം. കാരണം അടുത്തൊരു കൊല്ലത്തേക്ക് നമുക്ക് എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഓരോ പ്രാവശ്യം എന്ത് ആഘോഷം കിട്ടിയാലും ഒന്നും നോക്കണ്ട, കണ്ണടച്ച് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആഘോഷിക്കുക, അല്ലേ? അത്ര പറയാൻ പറ്റുള്ളൂ. ഓൺലൈന്റെ രീതിക്ക് എല്ലാവരും ആഘോഷിക്കാൻ ശ്രമിക്കും, അത്ര ഉള്ളൂ. അതായത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്തായാലും ഞങ്ങൾ പോണ വഴിക്ക് എന്തെങ്കിലും നല്ല ഫ്രൂട്ട്സ് എങ്ങാനും മേടിച്ചിട്ട് പോകണം. ഞാൻ പക്ഷെ ഇപ്രാവശ്യം വിഷു എന്ന് പറഞ്ഞ ഓണായിട്ടും ഞാൻ പിള്ളേർക്ക് ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തു. പിന്നെ ഞങ്ങൾക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല. എനിക്കിത് ഞാൻ അഞ്ജുവിന്റെ പിറന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ 400 രൂപ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ ഇത് എടുത്തതായിരുന്നു കേട്ടോ. അപ്പൊ അത് 5 തയ്പ്പിക്കാൻ കൊടുത്തപ്പോൾ എന്നെ തയ്ച്ചിട്ടതുകൊണ്ട് എനിക്കിത് ഇടാൻ പറ്റി. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർക്കിലുണ്ടായിരുന്നു, ചേച്ചിയുടെ പാർക്കിലെടുത്ത ഷർട്ടൊക്കെയാണ്. അങ്ങനെ നമുക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ആവശ്യം തോന്നില്ല എടുക്കാനായിട്ട്. പിന്നെ എന്താ വേറെ, പക്ഷെ ഞാൻ വീട്ടിലെടുത്ത് അതെ ഇപ്രാവശ്യം ഓണം ഭയങ്കര കട്ടാണ്. പക്ഷെ അതിന് മുന്നായിട്ട് കുറച്ച് പൈസ ഒക്കെ ചെലവായിരുന്നു ഗോവയ്ക്ക് പോണതിലും. അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് ഉണ്ട് കയ്യില്. വീട്ടിലേക്ക് അമ്മയ്ക്ക് ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കേട്ടോ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോണ വഴിക്ക് ഒരു ബേക്കറി കണ്ടപ്പോൾ, ചന്ദ്രാപ്പിന് ബേക്കറി കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. അവിടെ നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ആപ്പിൾ ഉണ്ടായിരുന്നു, പേരയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്ലമ്മൊക്കെ കണ്ടപ്പോൾ വേണ്ട, ആപ്പിളും പേരയ്ക്ക വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഓറഞ്ചും ഒന്നാമത് എല്ലാവർക്കും ഇപ്പോൾ തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഒരു അടുത്ത ട്രിപ്പ് പനി വരാൻ പോകുന്ന പോലൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചു. പിന്നെ മട്ടനുപ്പേരി, അതായത് നമ്മുടെ എന്താ പറയുക, പല സ്ഥലത്തും പല എന്ന് പറയാം, ചിപ്സ് എന്ന് പറയുന്ന ആൾക്കാർ വെറും ഉപ്പേരി എന്ന് പറയും. പിന്നെ പഴത്തിൻ്റെ, ഞാനൊക്കെ വട്ടനുപ്പേരി എന്നാ പറയാം. ഇവിടെ അഞ്ചു എന്നോട് വേറെ എന്തോ ഒരു സംഭവം കൂടി പറഞ്ഞു, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അതിൻ്റെ പേര്. അപ്പോൾ അത് രണ്ടും മേടിച്ചിട്ടാണ്. ഞാനൊന്നാമത് ഈ സാധനം കഴിക്കാറില്ല, ഈ ഒരു ഉപ്പേരി ഈ ചിപ്സിൽ എനിക്കിഷ്ടമല്ല. പക്ഷെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അമ്മ ചോദിക്കും ഇത് തിന്നാത്ത ആൾക്കാരുണ്ടാവുന്നു. പക്ഷേ ഇതിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയധികം പൈസ ഇട്ടത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ, ഇപ്പോൾ വേറെ ഒന്നുമില്ല, പിള്ളേർക്ക് എന്തെങ്കിലും മിഠായി വാങ്ങിക്കണം. അതെന്തായാലും വാങ്ങിച്ചേ പറ്റൂ. ഇത് ഇവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ഇത് അത് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അപ്പുറത്തത് മതിയെന്ന് തോന്നും. അപ്പോൾ ഇത് ഇവിടുത്തെ വീണ്ടും അയാൾക്ക് കൊടുക്കും. അപ്പോൾ അത് കിട്ടിയപ്പോൾ തോന്നും മോളിൽ ഇരിക്കണം മതിയെന്ന്. അങ്ങനെ 2 ഡയറി മിൽക്ക് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ കാശും ബാറൂനും കിക്കായിട്ട് വാങ്ങിച്ചു. അമ്മയ്ക്കേരോടാ പിന്നെ ഒരു വർഷം അമ്മയ്ക്കേരോടാ തരോടാ എന്തുവാണ് നീ ഇങ്ങനെ സ്നേഹമില്ലാത്ത അമ്മയ്ക്ക് തരാം. എന്റെ പൊന്നുണ്ട് അമ്മ സ്വത്തന്റെ കൊതിയെ. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതേ ചേച്ചിയും നാത്തൂനും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അവർ മോർണിംഗ് അമ്പലത്തിലൊക്കെ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടമ്പോട്ട് അമ്പലത്തിൽ മുല്ലപ്പൊക്കെ വെച്ച് ന്യൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാറക്കുട്ടനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടിപൊളി കളൊക്കെ ഇട്ടിട്ടുണ്ട്. 12 മണി വരെ ഇരുന്ന് ഇട്ട കളാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കൊടുത്ത ചുരിദാർ ചുരിദാർ
അവൾക്കറിയാം പേടി ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ. അവരെ അമ്പലത്തിൽ പോയപ്പോൾ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ചു പ്രത്യേകം എന്നെ ഓർമ്മ വെച്ച് ഇത് വാങ്ങിച്ചു. അല്ലെങ്കിൽ അവൾക്കറിയാം ഞാൻ കോലാഹലം ഉണ്ടാകുന്നത് നന്നായിട്ട് അറിയാം. വീട്ടിലെത്തിയപ്പോഴാണ് ഏട്ടൻ ചോദിച്ചത്, ഈ മുല്ലപ്പൂ വാങ്ങിച്ചപ്പോൾ കീത്തു വാങ്ങിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ആർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ അവൾക്ക് വാങ്ങിക്കാൻ നല്ല ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ അവളായിട്ട് തല്ലോടത്. അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ ചേച്ചിനെ വിളിക്കുന്നത് നമ്മുടെ ചാന്തു മുല്ലപ്പൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. എൻ്റെ മുടിനേക്കാൾ വലിയ പൂവായത് മാത്രം ഒന്നുകൂടി ഞാൻ ക്ലിപ്പ് ചെയ്ത് വെക്കട്ടെ. അപ്പം പാറുക്കുട്ടനാണെങ്കിൽ തീർച്ച സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ അവർക്ക് കോലുമിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കത് എടുത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഇത് നമ്മുടെ കാശുക്കുട്ടൻ്റെ വണ്ടിയുണ്ട്, പാപ്പി എന്നാണ് വിളിക്കുക. ഇവരിങ്ങനത്തെ വണ്ടീൻ്റെ പാപ്പി എന്നാണ് വിളിക്കുക. പാപ്പി എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി മുല്ലപ്പൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ തൊട്ടുണ്ടായിരുന്നില്ല, വെറുതെ ചന്ദനം മാത്രമായിരുന്നു തൊട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നാരങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരു വെള്ളം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്ന വെള്ളം പഞ്ചസാര ഇഞ്ചി ഇട്ടിട്ടുള്ളൊരു വെള്ളമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ ബേദയ്ക്ക് പച്ചവെള്ളം തന്നാൽ മതിയില്ല എന്ന് പറഞ്ഞിട്ട് ടാങ്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാങ്ക് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? പണ്ട് ഞാൻ 1 തൊട്ട് 4 വരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ വീട്ടിലേക്ക് വരും. അപ്പോൾ അമ്മാമ്മ ഇതേപോലെ ചെയ്യുന്നുണ്ട്, പഞ്ചസാരയും ഇഞ്ചിയും അല്ലെങ്കിൽ ഏലക്കായ ഇട്ടിട്ട് വെള്ളം തരും. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് ആ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയിട്ട് അതിൽ കുറച്ച് ടാങ്ക് കൂടിയും കലക്കിയിട്ട് ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. അത് മുട്ടന് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനിരിക്കട്ടെ, ചാന്തുവിന് വീട്ടിൽ പോകണം. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം കുട്ടിക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ വേഗം എല്ലാം ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഞാനായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഒരു ഇച്ചിരി നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഇറങ്ങാം എന്നുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ഇവിടെ സദ്യയാണ്, എവിടെയായാലും സദ്യയാണ്, അതെനിക്കറിയാം. പക്ഷെ എൻ്റെ വീട്ടിലുണ്ടല്ലോ നീൽച്ചേട്ടനും എനിക്കൊക്കെ നോൺ വെജ് ഇഷ്ടമായതുകൊണ്ട് സൈഡായിട്ട് എന്തെങ്കിലും ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ മീമി വറുത്തത് ഉണ്ടായിരിക്കും കേട്ടോ, ഈ സാമ്പാറും ചോറിൻ്റെ കൂടെ. അപ്പം നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓണപ്പാട്ടുകൾ വെച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കുറേ പാട്ടുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇത് വരുത്തിച്ച ഫുഡാട്ടോ. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തതാണ്. എന്തൊക്കെ കറികളുണ്ടായിരുന്നു ആലോചിക്കട്ടെ. ഞാൻ വിളമ്പുന്നത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും. സദ്യ നോർമലായിരുന്നു, വലിയൊരു വാവ് പറയാനുണ്ടായിരുന്നില്ല. ആദ്യം ഇഞ്ചമ്പുളി വിളമ്പി, പിന്നെ ഈ കുത്തരിശ്ശേരി വിളമ്പി. ഈ കുത്തരിശ്ശേരി എലിശ്ശേരി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, കാരണം അതിനൊരു മധുര രുചി ആയതുകൊണ്ട് എനിക്ക് മധുരമുള്ള കറികളൊന്നും ഇഷ്ടമല്ല. ഈ ബീട്രൂട്ട് ക്യാരറ്റ് സംഭവങ്ങളൊന്നും എനിക്കിഷ്ടമല്ല, കാരണം ചോറ് കൂട്ടി തിന്നുമ്പോൾ മതിരിപ്പ് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അവിയലുണ്ടായിരുന്നു, അവിയലിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. പിന്നെ ഈ മഞ്ഞക്കറിൻ്റെ മോര് കാച്ചി ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറ്, ഉപ്പേരി, പിന്നെ സാമ്പാർ, പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. രസം അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വട്ടമിട്ട് ചോറ് എണ്ണാനിരിക്കുക കേട്ടോ. നമ്മളെ പണിക്കാട്ടിലാണെങ്കിൽ ഇതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരില വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ 6 പേരിരിക്കും. നമ്മുടെ പിള്ളേർ വന്നപ്പോൾ നമ്മുടെ പിള്ളേരെ ഇരുത്തിയിട്ട് അവർക്കും കൊടുക്കും. അവരെയും ഒരുമിച്ച് തന്നെ ഇരുത്താം, ഞങ്ങൾ ഇടയിലായിട്ട് ഇരുത്തും. അതിന് ശേഷം അവർക്ക് സെപ്പറേറ്റ് വേറെ കൊടുക്കും. മീൻസ് ഒരുമിച്ചിരിക്കുന്ന ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കറികൾ ഇങ്ങനെ പാസ് ചെയ്യുകയാണ്. കാരണം ആരും അമ്മേനോട് ഞങ്ങൾ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ വിളമ്പിയിട്ട് അമ്മ ലാസ്റ്റ് ആവില്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അമ്മേനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതേ കഴിക്കുകയാണ്. സാമ്പാർ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, സാമ്പാർ രസം ഉണ്ടായിരുന്നു. ഒപ്പം അതേ പഴവും വെക്കണമല്ലോ, നമ്മൾ സദ്യ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് പഴവും വെക്കണമല്ലോ. പായസമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പാറുക്കുട്ടൻ്റെ ഈ ഒരു ഉടുപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അഞ്ചു ഇതും വേറൊരു മെറ്റീരിയലും കൂടി എടുത്തിട്ട് നമ്മൾ അടുപ്പിച്ചാണ്. അവൾക്ക് ഇങ്ങനത്തെ ഫ്രോക്കുകൾ കുറച്ചുകൂടി ഭംഗിനെ കുറച്ചുകൂടി മണ്ണൊക്കെ തോന്നിക്കും. അപ്പോൾ സദ്യ കഴിച്ചു, എനിക്കിഷ്ടമായി, കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ണനോട് പറയുന്നു, കണ്ണ ഷുഗർ ഉള്ളതാണ്, പഴം ആരും കാണാണ്ട് അടിച്ചു മാറ്റി കഴിക്കുന്നത് നോക്കണ്ട. അതുപോലെ തന്നെ പായസമായാലും കുറച്ച് കുടിച്ചാൽ മതി, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കണത്. കുറച്ചൊന്ന് പേടിപ്പിച്ച് വെച്ചാണ്. പപ്പടം ഉണ്ട്, പപ്പടം എനിക്ക് വലിയൊരു താല്പര്യമില്ല. ചിലപ്പോൾ ഒക്കെ സാമ്പാറിൻ്റെ കൂടെ എടുത്ത് കഴിക്കാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് വെച്ച പപ്പടം ഞാൻ ഗിൽചാടിന് പായസം കുടിച്ചപ്പോഴങ്ങാണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ, പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ഓണം വിഷു ആണെന്നില്ല, ഒരുമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫുഡ് വാരി കൊടുക്കും. എല്ലാവർക്കും വാരി കൊടുക്കും, അച്ഛനായാലും ഏട്ടനായാലും ചേട്ടനായാലും അങ്ങനെ ഇങ്ങോട്ടൊക്കെ വായിൽ കുതിരേറ്റ് വെച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഗിൽചാട്ട് പായസം വിളമ്പിയിട്ടുണ്ട്. പായസം നല്ല കുറുക്ക് പോലെയായിരുന്നു, നല്ല മധുരക്കായിട്ട്.
എനിക്കുണ്ടല്ലോ, എനിക്ക് പായസം എനിക്ക് അത് ഇഷ്ടമല്ല. ഈ പാലട എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും 1-2 വലികളെ എനിക്ക് പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഇവരിങ്ങനെ പായസം ഇങ്ങനെ കുഴച്ച് കഴിക്കണ കാണുമ്പോൾ എനിക്ക് മത്ത് പിടിക്കും കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ചാന്തും സഞ്ജുവും കൂട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ കലാപരിപാടികൾ. നമ്മുടെ ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കണം. ഇവന്മാരെ റൂമിൽ ഇരുത്തിരിക്കുകയായിരുന്നു ഫോണും കൊടുത്തിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ വന്നിട്ട് തല്ലുകൂടി ഗ്ലാസ് മറിച്ചിട്ട് ഇലയത്ത് ഓരോ കറികൾ തോണ്ടൊക്കെ ആയിട്ട്. അപ്പോൾ ചേച്ചിയമ്മയാണ് വിളമ്പി കൊടുക്കുന്നത്. ഒരു ഇലയിൽ 3 പേര് ഇരുത്തിയിട്ട് വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടല്ലേ, ഓരോ കൊല്ലം കഴിയുന്തോറും അവരുടെ ഒരു പുരോഗമനം ഞങ്ങൾ കാണുന്നു. ആദ്യമൊക്കെ ഇലയിൽ ഇരുത്തുമ്പോൾ ഒരാൾ വടക്കോട്ട് ഒരാൾ തെക്കോട്ടൊക്കെ ഇരിക്കുക. ഇപ്പം അവരിരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങി, കഴിക്കാൻ തുടങ്ങി. നമ്മുടെ ഐനോസാന്ന് തോന്നുന്നുണ്ട് ചേച്ചിയും ഈ അമ്മനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇന്നാന്നത് വാരി കൊടുത്തേട്ടോ. കുറച്ചൊക്കെ വയറ്റിൽ പോയിട്ട് പിന്നെ കണക്ക് തന്നെ. അപ്പം ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്താ മീമിയൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു, ആവോലൊക്കെ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതേ പിന്നെ ഇവിടെ നല്ല അടിപൊളി കളിയിലാണ് വല്യച്ഛനും അച്ഛനും മക്കളൊക്കെ ആയിട്ട്. അതെ ഇങ്ങനത്തെ കളികളൊക്കെ കാശിക്കാണ് കൂടുതൽ ഇഷ്ടം. അവനിങ്ങനെ ചാടി മറിയ പിച്ച അടിക്കുക കളികളൊക്കെ ഒത്തിരി ഇഷ്ടാട്ടാ. അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ഇടി പിടിയൊക്കെ കിട്ടണമെങ്കിൽ അവന് ഓക്കെ ആയിരിക്കും. പക്ഷെ അല്ലൂസിനും ഐനൂസിനും അങ്ങനെയല്ല കേട്ടോ, കുറച്ച് വിഷമം കൂടുതലാണ്. അങ്ങനത്തെ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് നമ്മുടെ വീട്ടിലേക്കാണ്. അല്ലൂനും ഐനൂനും ഒക്കെ ഉറക്കം വരുന്നുണ്ട്. നമ്മുടെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവരവിടെ എത്തുമ്പോഴേക്കും ഉറങ്ങുന്നു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഇവർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമം. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഉണർന്ന് പ്രസാദിച്ചിരിക്കണം, അതുകൊണ്ട് കുറച്ച് നേരം കളിപ്പിക്കണം. ഇതൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ. അപ്പം അതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മേനെ കണ്ടപ്പോൾ തൊട്ട് 2 എണ്ണം ചാടാൻ തുടങ്ങിയിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട്. അല്ലൂസ് ആദ്യം ചാടിക്കയറി പോയിട്ടുണ്ട് അമ്മാമ്മയുടെ അടുത്തേക്ക്. സാധാരണ അയിനൂനാണ് കുറച്ചുകൂടി ചായ്വ് കൂടുതൽ. ഇപ്രാവശ്യം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അല്ലൂന് കൂടുതൽ അമ്മയോട് ഇച്ചിരി ചേകം കൂടുതലാട്ടാ. അങ്ങനെ ഗൈസ്, അപ്പം ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് നല്ല മണടിച്ചു. അമ്മതേ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മീമി മറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു നോൺ വെജ് പ്രിയരാന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത്. അത് സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോൺ വെജ്. എനിക്ക് സദ്യ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. കുറേ നാളുകളിലൊക്കെ കൂടിയിട്ട് സദ്യ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാണ്ട് എനിക്ക് എന്നും പച്ചക്കറി കഴിക്കാനൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്കൊരു മീൻ കൂട്ടാനുണ്ടെങ്കിൽ മീൻകൂട്ടാൻ്റെ ചാറും മീമി വറുത്തതും ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം. അല്ലാണ്ട് ചിക്കൻ അത് വേണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഒരു പൂച്ചനെ തല്ലി ഓടിപ്പിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറയുന്നത്, അമ്മ ഇതെന്തൊട്ട് തല്ലല്ല തല്ലിയെന്ന് ചോദിക്കായിരുന്നു കേട്ടോ. അമ്മ പറഞ്ഞു, നീ കണ്ടത് എൻ്റെ ചെറിയ തല്ലല്ല, നീ ഉള്ളതുകൊണ്ട് മാത്രമേ കുഞ്ഞടി കൊടുത്തോളൂ, ഞാൻ അതിൻ്റെ തലമട തല്ലി പൊളിക്കാറാ പതിവ്. അവളിങ്ങനെ കയറി ഒരു പൂച്ച വന്നിരിക്കും ഞങ്ങൾ വീട്ടിൽ. അവൾ കയറിയിട്ട് നാളെ 2 വലിയ അയിലൊക്കെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് അന്നാ തൊട്ട് അമ്മേനെ കണ്ണിപ്പിട്ടുണ്ടെങ്കിൽ അമ്മയെ കൊല്ലും. അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്തായാലും കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ കൊടുക്കട്ടെ. ഇത് ഞാൻ മേമയ്ക്ക് ഒരു സാരി എടുത്തായിട്ട് അവിടെ ഞാൻ അവർക്ക് ഷർട്ട് എടുക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. മേമയ്ക്ക് ഈ സാരികളോടൊക്കെ കുറച്ച് പ്രിയം കൂടുതലാണ്. അപ്പോൾ ഒരു സാരി എടുത്താണ് മേമയ്ക്ക്. നിങ്ങളെന്നെ കണ്ടിട്ട് പറയൂ, നല്ലൊരു ബ്ലൂവും റെഡും മെറൂണും സിൽവറൊക്കെ കൂടി എല്ലാം മിക്സ് ചെയ്തിട്ടൊരു കളറൊക്കെ നോക്കിയെടുത്താണ്. നല്ല മെറ്റീരിയൽ ആയിട്ടാ, നല്ല വീതിയും നീളമൊക്കെ ഉള്ളൊരു സാരിയായിരുന്നു. അമ്മതേ ഓപ്പൺ ചെയ്ത് കാണിക്കും. അമ്മയ്ക്ക് ചെറുതായി അതിലൊരു കണ്ണുണ്ടോ എനിക്കൊരു ഡൗട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അത് മേമയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് അമ്മമ്മ ഒന്ന് നോക്കിക്കണം. അമ്മമ്മയ്ക്ക് ഒന്നും എടുക്കാറില്ല, ഡ്രസ്സ് എടുക്കാറില്ല. കാരണം സാരി ആയാലും സെറ്റും കൊണ്ട് അമ്മമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. സാരി അമ്മമ്മയ്ക്ക് ഒരുപാടുണ്ട്. ഓരോരുത്തരെ വന്ന് കൊണ്ടുകൊടുത്തു. അപ്പോൾ അമ്മമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചീത്തറി. അപ്പോൾ അതിന് പകരമായിട്ട് അമ്മമ്മയ്ക്ക് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങിക്കും. പിന്നെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, സ്പ്രൈറ്റും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അമ്മ
മാമ അതിൽ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വരെ വരെ അമ്മയ്ക്ക് ഇപ്പോൾ ഡബിൾ ഹാപ്പിയാണ് പിള്ളേരെ കാണാന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് ഞാൻ എടുത്തത് സൈസ് ചെറുതായിരുന്നു, അതായത് ഷോർട്ടായിരുന്നു. ഡബിൾ എക്സൽ എടുക്കണതിൻ്റെ പകരം ഷോർട്ട് എടുത്തത്. അപ്പോൾ അതെന്തായാലും അത് മാറ്റണം. ഇത് രണ്ടെണ്ണം വല്യമ്മമാർക്ക് ഇവിടെ ഞാൻ കൽപ്പകയെന്ന് എടുക്കുന്ന മാക്സി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പറയും അവിടെ കൽപ്പകയെ പോകണമെങ്കിൽ മാക്സി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊരു മാക്സി എടുത്തിട്ടുണ്ട് അവർക്കും. അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അവിടെ കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മളെ വീട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ അമ്മയ്ക്ക് വയ്യാതൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മെനങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും രണ്ടെണ്ണത്തിനെയും ഉറക്കിയിട്ട് ഇതേ അമ്മ ഒരാളെ കയ്യിൽ ഐനൂസ് ഉണ്ട്, നമ്മുടെ അല്ലൂസ് ആണെങ്കിൽ നമ്മുടെ നികിൽച്ചാൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്തെ അമ്പലപ്പറമ്പിലായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂന്തളാണ്. കൂന്തൾ നമ്മുടെ വീട്ടിൽ സുനാമിന്ന് ഒരു ചേട്ടൻ കൊടുത്തയച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പം ഞാനത് വീട്ടിലേക്ക് പോയപ്പോൾ എനിക്കും മഞ്ജുവിനും കുറച്ച് പപ്പാതിയായിട്ട് കൊണ്ടുവരുന്നു. അത് അമ്മ അപ്പം തന്നെ നന്നാക്കിയിട്ട് കുക്കറിൽ അടിച്ച് വിസിലടിച്ചിട്ടുണ്ട്. ഇനി അത് തക്കാളിയും സവാളയും വാട്ടിയിട്ട് അതിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തിനൊരു കൂട്ടാനുമായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മറ്റേ അമ്പലപ്പറമ്പിൽ പരിപാടി ഉണ്ട്, നാസിക് ഡോളും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം അതിന് മുന്നായിട്ട് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മര്യാദയ്ക്ക് പോയിട്ട് നിന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണം ഫുഡ് കൊടുക്കട്ടെ ഞാൻ. ഇനിയിപ്പോൾ എന്താ, മീൻ വറുക്കണം. മീൻ വറുത്തിട്ട് വേണം, മീനുണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും. വേറെ മറ്റേ കൂന്തൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം വയറ്റിനൊക്കെ ഇനി പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കൂന്തൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ആവോലി ആയിരുന്നു കേട്ടോ. ആവോലി അമ്മതേ ചെറിയ പീസ് പോലെ കഷ്ണിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. എങ്കിൽ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ചെറുതാക്കി കഷ്ണിക്കുന്നത്. വലുതാക്കി ചില മീനുകൾ വറക്കണേക്കാളും കുഞ്ഞു കുഞ്ഞു പീസുകളാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അവിടെ പരിപാടിക്കുള്ള ചേട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ വേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോയിട്ട് വേണം. അതിന് മുന്നായിട്ട് വേഗം ഫുഡ് കൊടുത്ത് വെക്കട്ടെ. കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെയല്ലായിരുന്നു പരിപാടി, വേറെ കുറച്ച് കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മറ്റേ എന്തെങ്കിലും ഗെയിംസ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഉത്രാടത്തിൻ്റെ ദിവസത്തിലാണെങ്കിൽ കൈകുട്ടികളി ഉണ്ടായിരുന്നു. ഏതോ നക്ഷത്ര ചന്ദ്രാപ്പിനി അവിടെ ആയിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അമ്മ പറഞ്ഞു അടിപൊളി പരിപാടി ആയിരുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ കൂന്തൽ റോസ് ഞാൻ വെച്ചതായതുകൊണ്ട് പറയല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ മാത്രം റെസിപ്പി ആട്ടോ. അപ്പം ഞാൻ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ കുറേ പേര് കളിയാക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണോ ഇത് വെക്കാറ്? ബിക്കോസ് ഞാൻ ഇങ്ങനെയാണ് വെക്കുക, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കുക, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതിൽ ഞങ്ങൾക്ക് ഓരോരുത്തരും ഓരോ സ്റ്റൈലല്ലേ വെക്കുന്നത്. അപ്പം അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ വെക്കുന്നു എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ വെക്കണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതായിരിക്കും ഇഷ്ടം, പക്ഷെ നമുക്കിതാണ് ഇഷ്ടം.
ഇതെൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ക്ലബ്ബായിട്ട് ടോപ്പ് സ്റ്റാർ ക്ലബിൻ്റെ പരിപാടിയായിരുന്നു. അല്ലൂട്ടനെ ഒരുപാട് പാടുപെട്ടിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. നല്ല ഡാൻസുകളിലായിരുന്നു മൂപ്പര്. നേരെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച ഉണ്ട്. നമ്മുടെ ഐനൂസ് ഗുഡ് ബോയ് ആയിട്ട് അവനിട്ട ചെരുപ്പ് കറക്റ്റ് ഊരി വയ്ക്കുന്നത്. അല്ലൂസിൻ്റെ അല്ലൂട്ടൻ്റെ ചെരുപ്പ് നിഖിൽ ചേട്ടനാണ് കൊണ്ട് ഊരി വെച്ചത്. എന്നെ നേരെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ തിരുവോണം ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.